ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. കനത്ത മഴയ്ക്ക് ശമനമായതോടെ ദുബായിൽ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലെത്തി. മെട്രോ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചു. ഷാർജയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവൃത്തികൾ തുടരുകയാണ്. യുഎയിൽ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആകാശം നിറഞ്ഞു പെയ്തപ്പോൾ പലയിടങ്ങളും വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലാവുകയായിരുന്നു. എന്നാൽ ദുബായിൽ RTA, മുനിസിപ്പാലിറ്റി, സിവിൽ ഡിഫൻസ്, ദുബായ് പോലീസ് എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷാർജയിൽ അൽവാദ, അബൂഷാഗര, അൽമജാസ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി തികച്ചും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. വാഹന ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും നിലച്ച അവസ്ഥ. ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ടി മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് കെട്ടിടത്തിൽ ദുരിതത്തിലായത്. എന്നാൽ അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും വെള്ളം നീക്കുന്ന നടപടികളും ഷാർജയിലെ മിക്കയിടങ്ങളിലെയും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ ടാങ്കുകൾ എത്തിച്ച് ഇടതടവില്ലാതെയായിരുന്നു ഷാർജയിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഇന്നും പുരോഗമിച്ചത്. പല കെട്ടിടങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു. പല റോഡുകളിലും ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് നീക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വളരെ വേഗം എല്ലായിടത്തെയും വെള്ളക്കെട്ട് നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് അധികൃതരും വ്യക്തമാക്കി. മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്നും പലയിടങ്ങളിലും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിച്ചിരുന്നു. ഷാർജ അൽമജാസ് ഏരിയയിലാണുള്ളത്. നമ്മുടെ വളണ്ടിയേഴ്സ് ഒക്കെ വളരെ സജീവമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് 2-3 ദിവസങ്ങളിലായിട്ട്. സിറ്റുവേഷനൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോർമലായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗവൺമെന്റ് തലത്തിൽ നിന്നൊക്കെ അധികൃതർ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. വെള്ളങ്ങളൊക്കെ വറ്റിക്കാൻ വേണ്ടി ഒരുപാട് ടാങ്കറുകളും മറ്റുമൊക്കെ നിരന്തരം വന്ന് ഇവിടുന്ന് വെള്ളം വറ്റിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും 1-2 ദിവസം കൊണ്ട് തന്നെ എല്ലാം നോർമലായി വരും. വളണ്ടിയേഴ്സൊക്കെ നല്ല ആക്റ്റീവായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും ജ്യൂസും അതുപോലെ അവശ്യ ഭക്ഷണ സാധനങ്ങളൊക്കെ നിരന്തരം ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം വെള്ളക്കെട്ടിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ടവർ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. 24 ദുബായ്. മഴക്കെടുതിയെ തുടർന്ന് യാത്രക്കാർ നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ച് ദുബായ് വിമാനത്താവളം അധികൃതർ. 400ഓളം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നതിൽ എമിറേറ്റ്സ് എയർലൈൻസും ഖേദം പ്രകടിപ്പിച്ചു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ദുബായിൽ പെയ്ത കനത്ത മഴ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ കഴിഞ്ഞ 4 ദിവസമായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതിവേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദുബായ് എയർപോർട്ട് സിഇഒയും എമിറേറ്റ്സ് സിഇഒയും യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് എത്തിയത്. വിമാനത്താവളം വൃത്തിയാക്കാനും റൺവേകൾ വീണ്ടും തുറക്കാനും യാത്രാ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമം തുടരുകയാണെന്നും എത്രയും വേഗം ദുബായ് വിമാനത്താവളത്തിന്റെ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിറ്റ്സ് പറഞ്ഞു. യാത്രക്കാർക്ക് അനുഭവപ്പെട്ട നിരാശയ്ക്കും അസൗകര്യത്തിനും ഖേദം പ്രകടിപ്പിച്ച സിഇഒ ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് അതിഥികൾ നൽകിയ സഹകരണത്തിന് നന്ദി പറയുന്നതായും കൂട്ടിച്ചേർത്തു. യാത്രക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നതായി എമിറേറ്റ്സ് സിഇഒ ടിം ക്ലാർക്കും അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് എമിറേറ്റ്സ് എയർലൈൻസിന്റെ 400ഓളം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിമാനയാത്ര മുടങ്ങിയത് കാരണം ബുദ്ധിമുട്ടിലായവർക്കായി 12,000 ഹോട്ടൽ മുറികൾ എടുത്തു നൽകിയും 2.5 ലക്ഷത്തോളം ഭക്ഷണ കൂപ്പണുകൾ വിതരണം ചെയ്തും സഹായമെത്തിക്കാൻ 100ഓളം എയർലൈൻ ജീവനക്കാരെ സജ്ജമാക്കിയുമാണ് എമിറേറ്റ്സ് പ്രതിസന്ധി സമയം തരണം ചെയ്തതെന്നും സിഇഒ അറിയിച്ചു. ഇന്ന് രാവിലെ മുതൽ എമിറേറ്റ്സ് ദുബായ് വിമാനത്താവളത്തിൽ നിന്നുള്ള സാധാരണ സർവീസുകൾ പുനരാരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ എത്തിക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 24 ദുബായ്. സൗദിയിൽ സിവിൽ ഏവിയേഷൻ ലംഘനങ്ങൾക്ക് 3 മാസത്തിനിടെ 53 ലക്ഷം റിയാൽ പിഴ ചുമത്തിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. യാത്രക്കാരുടെ അവകാശ ലംഘനം ഉൾപ്പെടെയുള്ള വീഴ്ചകൾക്കാണ് പിഴ ചുമത്തിയത്. 2024 ആദ്യപാദത്തിലെ കണക്കാണ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ടത്. ഈ 3 മാസത്തിനിടെ സിവിൽ ഏവിയേഷൻ ലംഘനങ്ങൾക്ക് 53 ലക്ഷം റിയാൽ പിഴ ചുമത്തിയതായി അതോറിറ്റി അറിയിച്ചു. സിവിൽ ഏവിയേഷൻ നിയമങ്ങൾ പാലിക്കുന്നതിലും എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തിയതിനാണ് പ്രധാനമായും പിഴ ചുമത്തിയത്. വ്യക്തികൾക്കും ഏവിയേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തിയിട്ടുണ്ട്. നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട 185 റിപ്പോർട്ടുകളാണ് ഈ കാലയളവിൽ ലഭിച്ചത്. ഇതിൽ 111 വിമാന കമ്പനികൾക്കെതിരെയുള്ള പരാതികളായിരുന്നു. ഈ പരാതികളിൽ മാത്രം 36 ലക്ഷം റിയാൽ പിഴ ചുമത്തി. വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ ലംഘിച്ച 31 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 13 ലക്ഷം റിയാൽ പിഴ ചുമത്തി. നിയന്ത്രിത പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവേശിക്കൽ, നിയമവിരുദ്ധമായി ഡ്രോൺ പ്രവർത്തിപ്പിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കും പിഴ ഈടാക്കിയിട്ടുണ്ട്. 24 ജിദ്ദ.
കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശം വിദേശ രാജ്യങ്ങളിലും ഉച്ചസ്ഥായിലാണ്. മുദ്രാവാക്യം വിളിച്ചും പ്രകടനം നടത്തിയുമാണ് ജിദ്ദയിലെ UDF പ്രവർത്തകർ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. വൺ കോൾ വൺ വോട്ട് എന്ന പേരിൽ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് വോട്ട് ഉറപ്പാക്കുന്ന ക്യാമ്പയിന് സൗദിയിൽ തുടക്കമായി. നാട്ടിലെ അതേ ആവേശത്തോടെയാണ് ജിദ്ദയിലെ UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതും പ്രകടനം നടത്തുന്നതും. പുറം രാജ്യത്തെ പരിമിതികളുള്ളതുകൊണ്ട് റോഡിലല്ല എന്ന് മാത്രം. ജിദ്ദയിലെ മലപ്പുറം ജില്ലാ UDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് KMCC OICC പ്രവർത്തകർ പങ്കെടുത്തു. ഒരു വിളി ഒരു വോട്ട് എന്ന പേരിൽ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് വോട്ട് അഭ്യർത്ഥിക്കുന്ന ക്യാമ്പയിന് സൗദി KMCC തുടക്കം കുറിച്ചിട്ടുണ്ട്. 1 ലക്ഷം പ്രവാസികളെ കൊണ്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് വിളിപ്പിക്കുക, അവരുടെ സ്നേഹജനങ്ങളിലേക്ക് വിളിപ്പിക്കുക, അവർക്ക് ബന്ധപ്പെട്ടവരെ കൊണ്ട് വിളിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രവാസി ഒരു വോട്ട് ഒരു പ്രവാസി വിളിക്കുന്നത് 10ഓളം ആളുകളിലേക്കാണ്. അതായത് ഏകദേശം 1 ലക്ഷം പ്രവാസികൾ 10 ലക്ഷം വോട്ടർമാർക്ക് വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടിൽ ബൂത്ത് ഏജന്റുമാരായിക്കൊണ്ടും അതുപോലെ തന്നെ ഫീൽഡുകളിലും അതുപോലെ മൈക്ക് അനൗൺസ്മെന്റും പ്രസംഗങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നടന്നിരുന്ന ഞങ്ങൾ പ്രവാസികൾ ഇന്ന് ജിദ്ദയിൽ 1000ഓളം വരുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഒരു മഹാ കൺവെൻഷനും അതുപോലെ തന്നെ പ്രകടനം നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ നഷ്ടപ്പെട്ട ആ രാഷ്ട്രീയ നൊസ്റ്റാൾജിയ ഞങ്ങൾ ഇന്ന് ജിദ്ദയിൽ പ്രവാസ ലോകത്ത് ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുകയാണ്. കഴിയുന്ന അത്രയും പ്രവാസികൾ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തണമെന്നും നാട്ടിൽ ബന്ധപ്പെട്ടവരുടെ വോട്ട് ഉറപ്പുവരുത്തണമെന്നും പരിപാടിയിൽ ഓൺലൈൻ വഴി സംസാരിച്ച ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. നിരവധി പ്രവാസികൾ വോട്ട് ചെയ്യാനും പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും നാട്ടിലെത്തിയിട്ടുണ്ട്. ഇതിനായി ജിദ്ദ KMCC ഒരുക്കിയ 2ാമത്തെ വോട്ട് വിമാനം കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് പശ്ചിമേഷ്യയിലെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുമെന്ന് IMF. ഇറാൻ ഇസ്രായേൽ സംഘർഷം സങ്കീർണമാകുന്നതും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വാഷിംഗ്ടൺ ആസ്ഥാനമായ UN സാമ്പത്തിക ഏജൻസിയുടെ അവലോകന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര നാണ്യനിധി IMF ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഉപരോധവും കോവിഡും ഉണ്ടാക്കിയ പ്രതിസന്ധികൾക്ക് ശേഷം സാവധാനം ശക്തി പ്രാപിക്കാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ പശ്ചിമേഷ്യൻ സംഘർഷവും മറ്റു രാഷ്ട്രീയ കാരണങ്ങളും നിമിത്തം വീണ്ടും മോശമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും ഉൾപ്പെട്ട മെന മേഖലയിലെ സാമ്പത്തിക വളർച്ചയെ ഇപ്പോഴത്തെ പ്രതിസന്ധി പ്രതികൂലമായി ബാധിക്കുമെന്നും എന്നാൽ സംഘർഷത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടായാൽ 2025ഓടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 4.2% ഉയരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സമ്പദ് വളർച്ചാ നിരക്ക് 3.4% ഇപ്പോഴത് 2.7% കുറഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സുഡാനിലെ യുദ്ധം, ചെങ്കടലിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധി, എണ്ണ ഉൽപാദനത്തിലെ കുറവ്, വെസ്റ്റ് ബാങ്കിലെ ആക്രമണം എന്നിവയെല്ലാം മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക വളർച്ചയെ ഗുരുതരമായി ബാധിച്ചേക്കും. ചെങ്കടലിൽ ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണിയും അമേരിക്കൻ സഖ്യം നടത്തുന്ന പ്രത്യാക്രമണങ്ങളും പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനും ഇസ്രായേലിനുമിടയിൽ സംഘർഷം തുടരുന്നതും ചെങ്കടലിലെ ചരക്ക് നീക്കത്തെ ബാധിക്കും. ചെങ്കടൽ ഗതാഗതം ഭീഷണിയിലായതോടെ UAEയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം മേഖലയുടെ സാമ്പത്തിക വളർച്ചയെ ദോഷകരമായി ബാധിച്ചേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. 24 ദോഹ. കേളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ റിയാദിൽ കഴിഞ്ഞ ദിവസം നടന്ന റിയാദ് ജീനിയസ് മത്സരം ശ്രദ്ധേയമായി. ആദ്യഘട്ടത്തിൽ മാറ്റുരച്ച 350 പേരിൽ നിന്ന് 6 പേരാണ് അന്തിമ റൗണ്ടിൽ എത്തിയത്. ഈ മത്സരത്തിൽ 380ഓളം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന പ്രാഥമിക റൗണ്ടിൽ നിന്ന് 6 ഫൈനലിസ്റ്റുകളും അവരിൽ നിന്ന് 5 റൗണ്ടുകളിലൂടെ ഗ്രാൻഡ് ഫിനാലെയിൽ 190 പോയിന്റുകൾ നേടി വിജയിയായി കേളി റിയാദ് ജീനിയസ് 2024. നിവ്യ, പ്ലീസ് വാക്ക് ഇൻ. പ്രവാസികളുടെ വിജ്ഞാനത്തിൻ്റെ ആഘോഷമായി മാറിയ പരിപാടിയിൽ രജിസ്ട്രേഷൻ വഴി തിരഞ്ഞെടുത്ത 350ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. പ്രാഥമിക റൗണ്ടിൽ പങ്കെടുത്ത മുഴുവൻ പേരും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്ന് ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇവരിൽ നിന്നും അന്തിമ റൗണ്ടിലെത്തിയ 6 പേർ തമ്മിലായിരുന്നു കടുത്ത പോരാട്ടം നടന്നത്.
ഗ്രാൻഡ് മാസ്റ്ററുടെ കടുകട്ടി ചോദ്യങ്ങൾക്ക് മുന്നിൽ തുരുതുര ഉത്തരങ്ങൾ നൽകി തലശ്ശേരി തെർമണം സ്വദേശി നിവ്യ സിംനേഷ് ഒടുവിൽ 190 പോയിന്റുകൾ നേടി കിരീടം ചൂടി. ബിടെക് ബിരുദധാരിയായ നിവ്യ സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രശ്നോത്തരി മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു പൊതുപരിപാടിയിൽ അറിവിൻ്റെ മാറ്റുരക്കുന്നത്. ആദ്യ റൗണ്ടിൽ 16ൽ 13 ശരിയുത്തരങ്ങൾ നൽകിയാണ് നിവ്യ ഫൈനൽ റൗണ്ടിൽ എത്തിയത്. PSC പരീക്ഷയ്ക്കായി നടത്തുന്ന പരിശീലനം മത്സരത്തിൽ ഏറെ സഹായകമായെന്ന് നിവ്യ അറിയിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. നാട്ടിൽ ഞാൻ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് അഫെയർസും പത്രവാർത്തകളും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തു. പിന്നെ GS പ്രദീപ് സാറിൻ്റെ അശ്വമേധം മുതൽ ഫോളോ ചെയ്യുന്നതാണ്. സാറിൻ്റെ ക്വിസ് ഷോകളും കാണാറുണ്ട്. എല്ലാം ഹെൽപ്പ് ചെയ്തു. ഒന്നാം സമ്മാനമായി ലഭിച്ച 55,000 രൂപയിൽ നിന്ന് ഒരു ഭാഗം കേളി റിയാദിൻ്റെ പൊതിച്ചോർ പദ്ധതിയിലേക്കും മറ്റൊരു ഭാഗം സ്വന്തം നാട്ടിലെ ലൈബ്രറിയിൽ പുസ്തകം വാങ്ങുന്നതിനും സംഭാവന നൽകുവാനാണ് നിവ്യയുടെ തീരുമാനം. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ദുബായിൽ ബഹുനില കെട്ടിടത്തിൽ ഇളക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് താമസക്കാരെ ഒഴിപ്പിച്ചു. ദുബായ് മുഹൈസിനയിലാണ് സംഭവം. ഭൂരിഭാഗം താമസക്കാരും മലയാളികളാണ്. കുടുംബങ്ങൾക്ക് സമീപപ്രദേശങ്ങളിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് അധികൃതർ പരിശോധന നടത്തി. കുവൈറ്റ് സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ സൺഡേ സ്കൂളിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. നാഷണൽ ഇവാഞ്ചലിക്കൽ ദേവാലയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ ഫിലിപ്പ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ അധ്യക്ഷനായി. ചടങ്ങിൽ കുട്ടികൾക്കും അധ്യാപകർക്കും സർട്ടിഫിക്കറ്റും മെമന്റോയും വിതരണം ചെയ്തു. കുവൈറ്റിൽ രോഗപ്രതിരോധ വാരാചരണ പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കമാകും. ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കും. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പൊതുജനാരോഗ്യ വിഭാഗം ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക്. കേരളം ബൂത്തിലെത്താൻ ഇനി 5 നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. സംസ്ഥാനത്ത് വീട്ടിലെ വോട്ട് പ്രക്രിയയിൽ വീണ്ടും പരാതി. കോഴിക്കോടും കണ്ണൂരും പരാതിയുമായി LDFും UDFും രംഗത്തെത്തി. നേരത്തെ LDF നൽകിയ പരാതിയിൽ കോഴിക്കോട് 4 പേരെയും കണ്ണൂരിൽ 2 പേരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കല്യാശ്ശേരിയിലെ ക്രമക്കേടിനെ ന്യായീകരിക്കുകയാണ് അതേസമയം LDF കൺവീനർ EP ജയരാജൻ. സംസ്ഥാനത്തെ 2 ജില്ലകളിൽ വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന പരാതിയുമായി LDFും UDFും രംഗത്ത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പയ്യന്നൂർ, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പേരാവൂർ, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കുന്നമംഗലം എന്നിവിടങ്ങളിലാണ് പരാതി. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിൽ K കമലാക്ഷി എന്ന വോട്ടർക്ക് പകരം V കമലാക്ഷി എന്ന മറ്റൊരാൾ രേഖപ്പെടുത്തിയെന്നാണ് LDF ആരോപണം. പരാതിക്ക് പിന്നാലെ പോളിംഗ് ഓഫീസറെയും BLOയെയും ജില്ലാ വരണാധികാരി സസ്പെൻഡ് ചെയ്തു. ഇരുവർക്കുമെതിരെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. കോഴിക്കോട് കുന്നമംഗലത്ത് പായമ്പുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം കൊടശ്ശേരി ജാനകിയമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് പരാതി. ഈ പരാതിയിൽ ഹോം വോട്ടിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, മൈക്രോ ഒബ്സർവർ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പോലീസ് കേസെടുത്തു. കല്യാശ്ശേരിയിലെ ക്രമക്കേട് വിവാദത്തെ ന്യായീകരിക്കുകയാണ് LDF കൺവീനർ. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. പയ്യന്നൂരിൽ 92കാരനെ കബളിപ്പിച്ച് CPIM ബ്രാഞ്ച് സെക്രട്ടറി വോട്ട് ചെയ്തുവെന്നാണ് UDF പരാതി. CPIM ബ്രാഞ്ച് സെക്രട്ടറി VV സുരേഷിനെതിരെയാണ് ആരോപണം. പേരാവൂരിൽ 106കാരിയെ CPIM പ്രവർത്തക നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചെന്നും UDFന്റെ പരാതി. ന്യൂസ് ഡെസ്ക് 24. വടകരയിലെ സൈബർ ആക്രമണ പരാതികളിൽ വീണ്ടും കേസ്. KK രമ MLA, LDF നേതാവ് പനോളി വത്സൻ എന്നിവർ നൽകിയ പരാതിയിലാണ് കോഴിക്കോട് റൂറൽ സൈബർ പോലീസിന്റെ നടപടി. വടകരയിലെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ഷാഫി പറമ്പിലിനെ അപകീർത്തിപ്പെടുത്തും വിധം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചെന്നാണ് KK രമ MLAയുടെ പരാതി.
ശശീന്ദ്രൻ വടകര, സത്യൻ NB എന്നീ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ വ്യാജപ്രചാരണം നടത്തിയെന്ന് കാണിച്ചാണ് കോഴിക്കോട് റൂറൽ സൈബർ പോലീസിന് KK രമ MLA പരാതി നൽകിയത്. KK ശൈലജയ്ക്കെതിരെ ഫേസ്ബുക്കിലൂടെ അപകീർത്തി പരാമർശം നടത്തിയെന്ന പരാതിയിലും സൈബർ പോലീസ് കേസെടുത്തു. വ്യത്യസ്ത ചിന്തകളെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നാണ് LDF നേതാവ് പനോളി വത്സൻ നൽകിയ പരാതി. കലാപാഹ്വാനം, സ്ത്രീകളെ അധിക്ഷേപിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ്. വടകരയിലെ സൈബർ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 6 കേസുകളാണ് എടുത്തത്. 24 കോഴിക്കോട്. LDFന് വോട്ട് അഭ്യർത്ഥിച്ച് പരസ്യം പ്രസിദ്ധീകരിച്ചതിന് മലപ്പുറം തിരൂരങ്ങാടിയിൽ സുപ്രഭാതം പത്രത്തിന്റെ കോപ്പി കത്തിച്ചു. സമസ്തയുടെ മുഖപത്രത്തിൽ പരസ്യം വന്നതാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകൻ കോമുക്കുട്ടി ഹാജി പറഞ്ഞു. പത്രം കത്തിച്ച നടപടി പ്രതിഷേധാർഹമെന്ന് സുപ്രഭാതം മാനേജ്മെന്റ് പ്രതികരിച്ചു. വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം. അങ്ങനെ സുപ്രഭാതം പ്രതിഷേധാർഹം സുപ്രഭാതം മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവ് മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടുകൂടി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ LDFന്റെ തിരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചതാണ് ലീഗ് പ്രവർത്തകനെ ചൊടിപ്പിച്ചത്. വർഷങ്ങളായി സമസ്തയ്ക്കും ലീഗിനും വേണ്ടി പ്രവർത്തിക്കുന്ന തനിക്ക് ഒരിക്കലും ഈ പരസ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പത്രം കത്തിച്ച തിരൂരങ്ങാടി കൊടിഞ്ഞിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൊമ്മക്കുട്ടി ഹാജി പറഞ്ഞു. സുപ്രഭാതത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചു. കാരണം നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ്, എല്ലാം ചെയ്യണ്. തങ്ങന്മാരും മുത്തുകോതങ്ങളെയും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ പെട്ടെന്നൊരു പ്രഷർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ്ട് കത്തിച്ചു. സുപ്രഭാതത്തിൽ LDF പരസ്യം വന്നത് ബിസിനസിന്റെ ഭാഗമാണെന്നും സംഘടനയുടെയോ പത്രത്തിന്റെയോ നിലപാടല്ലെന്നുമാണ് ലീഗിന്റെ പ്രതികരണം. അല്ല, അതെ, അത് വേറെ വിഷയം. പരസ്യമല്ലേ പരസ്യം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പരസ്യം ഓരോ പത്രത്തിലും വരും. അത് പത്രത്തിന്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമല്ല. പത്രം കത്തിച്ചയാൾ ഔദ്യോഗിക ഭാരവാഹിയല്ലെന്നാണ് ലീഗിന്റെ വിശദീകരണം. പത്രം കത്തിച്ച നടപടി കാടത്തമെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ പ്രതികരിച്ചു. കാടത്തം തനി കാടത്തം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മുഖപത്രം എന്ന അതിൻ്റെ ജിഹ്വയാണ് അല്ലേ? ആ സംഘടന കത്തിക്കുന്നതിന് തുല്യമല്ലേ അത്? അന്തസ്സായി രാഷ്ട്രീയം പറയാൻ കെൽപ്പില്ലാത്തവരാണ് പത്രം കത്തിച്ചതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഹീനപ്രവൃത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്ന് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF പറഞ്ഞു. പുതിയ വിവാദം സമസ്ത വോട്ടുകളെ ഇടത്തേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ്. 24 തിരൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനം ആവർത്തിച്ച് പ്രിയങ്ക ഗാന്ധിയും. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മൗനമെന്ന് മുഖ്യമന്ത്രി ഇന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം. BJPയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒത്തുകളിക്കുകയാണ്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രി BJPക്കെതിരെ ഒന്നും മിണ്ടുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. Like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. Have you ever thought about it? His name came up in so many scams, Life Mission and Gold Scam and so many scams. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വീണ്ടും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കോൺഗ്രസ് പ്രകടന പത്രികയിലും രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനമെന്ന വിമർശനം ആവർത്തിച്ച് മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര നടത്തി. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ഇതിനെക്കുറിച്ച് മാത്രമില്ല, പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു ഭാഗം. ചാലക്കുടി, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പ്രചാരണത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി BJPയെ ഭയക്കുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി 24നോട് പറഞ്ഞു. Who is he scared? Because we are not. Rahul is not scared of anything. He's not scared of jail. He's not scared of anything. And I think the whole country knows that and has seen it. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചു എന്ന പരാതിയിൽ താമരശ്ശേരി രൂപത അംഗം ഫാദർ അജി പുതിയാപ്പറമ്പിലിനെ വിചാരണ ചെയ്തു. സിറോ മലബാർ സഭയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച മതകോടതിയാണ് വിചാരണ നടത്തിയത്. മതകോടതിയിൽ വിശ്വാസമില്ലെന്നും നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്നും ഫാദർ അജി പ്രതികരിച്ചു. സഭാ നേതൃത്വത്തെ വിമർശിച്ചതിന് ഫാദർ അജി പുതിയാപ്പറമ്പിൽ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നടപടി നേരിടുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് മതകോടതിയിലെ വിചാരണ. ഫാദർ ബെന്നി മുണ്ടനാട്ട് മുഖ്യ ജഡ്ജിയായ സമിതി 2 മണിക്കൂറോളം വിചാരണ ചെയ്തു.
വിചാരണയ്ക്കെതിരെ ഫാദർ അജി പുതിയാപ്പറമ്പിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വലിയ കുറ്റം ചെയ്തവർ സ്വതന്ത്രമായി ജീവിക്കുമ്പോൾ തന്നെ വിചാരണ ചെയ്യുന്നതിലൂടെ സഭ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് ഫാദർ അജി പുതിയാപ്പറമ്പിൽ ചോദിച്ചു. ഈ കോടതിയിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കോടതി രൂപീകരിച്ചതും കുറ്റം തീരുമാനിച്ചതും ജഡ്ജിമാരെ തീരുമാനിക്കുന്നതും കുറ്റപത്രം തയ്യാറാക്കുന്ന വൈദികനെ നിയമിക്കുന്നതുമെല്ലാം ബിഷപ്പ് തന്നെയാണ്. ഒരാൾ തന്നെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ജുഡീഷ്യറിയും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കും എന്ന് ഞാൻ അല്പം പോലും വിശ്വസിക്കുന്നില്ല. സിറോ മലബാർ സഭയുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിലാണ് കോടതി സ്ഥാപിച്ചത്. സഭയുടെ സമാന്തര കുറ്റവിചാരണയ്ക്കെതിരെ സർക്കാരും ജുഡീഷ്യറിയും ഇടപെടണമെന്ന് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു. 24 കോഴിക്കോട്. ആ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.